ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ബോണഫൈഡ് പി എസ് സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് CPOക്കാർക്ക് വേണ്ടി BNSSലെ ഒരു ചെറിയ പാർട്ടാണ് നോക്കുന്നത്. CPO സിലബസ് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും BNSSൽ കുറേ ഡെഫിനിഷൻസ് പഠിക്കാനുണ്ട്, അറസ്റ്റ് ഓഫ് പേഴ്സൺസ് പഠിക്കാനുണ്ട്, പിന്നെ സമ്മൺ, വാറണ്ട് അങ്ങനെ തുടങ്ങിയ കുറേ ടോപ്പിക്കുകൾ ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് അറസ്റ്റ് ഓഫ് പേഴ്സൺസ് എന്ന് പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം സ്റ്റാർട്ട് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ BNSSൽ ചാപ്റ്റർ 5ലാണ് 35 സെക്ഷൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അറസ്റ്റ് ഓഫ് പേഴ്സൺസ്. നമ്മൾ അറസ്റ്റ് ചെയ്യുന്നത് നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും സിനിമയിൽ കുറേ സീനിൽ അറസ്റ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? എന്താ, നിങ്ങളുടെ കയ്യിൽ എന്നെ അറസ്റ്റ് ചെയ്യാനുള്ള വാറണ്ട് ഉണ്ടോ, ഓർഡർ ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ എന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി, അങ്ങനെ ചോദിക്കുന്ന കേട്ടിട്ടില്ലേ? അപ്പോൾ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോടതി ഉത്തരവ് വേണം അല്ലേ, വാറണ്ട് വേണം അറസ്റ്റ് ചെയ്യാനായിട്ട് അല്ലേ? എന്നാൽ നമ്മൾ ഇന്ന് നോക്കുന്നത് 35-ാം വകുപ്പിൽ വിത്തൗട്ട് വാറണ്ട് ഒരു പോലീസ് ഓഫീസർക്ക് വിത്തൗട്ട് വാറണ്ട് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണ് എന്നാണ്. സെക്ഷൻ 35-ൽ നമ്മൾ കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഒരു പോലീസ് ഓഫീസർക്ക് വിത്തൗട്ട് വാറണ്ട് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്. അതേതൊക്കെയാണെന്ന് നോക്കുക. ഒന്നാമത്തെ കണ്ടീഷനാണ്, പോലീസ് ഓഫീസറുടെ പ്രസൻസിൽ ഒരു കോഗ്നിസബിൾ ഒഫൻസ് ചെയ്യുകയാണെങ്കിൽ. എന്താണ്? പോലീസ് ഓഫീസറുടെ മുൻപാകെ ഒരു കോഗ്നിസബിൾ ഒഫൻസ് ഒരാൾ ചെയ്യുകയാണെങ്കിൽ ആ പോലീസ് ഓഫീസർക്ക് വിത്തൗട്ട് വാറണ്ട് ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ എന്തായി കോഗ്നിസബിൾ ഒഫൻസ്? കോഗ്നിസബിൾ ഒഫൻസ് എന്നുള്ളത് നമ്മുടെ ഡെഫിനിഷൻ പാർട്ടിൽ നോക്കുന്ന സമയത്ത് കാണാൻ പറ്റുന്നത് വിത്തൗട്ട് വാറണ്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒഫൻസുകളാണ് എന്ത്, കോഗ്നിസബിൾ ഒഫൻസ് എന്ന്. അപ്പോൾ നമുക്ക് മനസ്സിലാവണ്ടേ ഈ ഒരു ഒഫൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത് കോഗ്നിസബിൾ ആണോ നോൺ കോഗ്നിസബിൾ ആണോ, ജാമ്യം എടുക്കാൻ പറ്റുന്ന ബെയിലബിൾ ആണോ നോൺ ബെയിലബിൾ ആണോ, അതൊക്കെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? അത് BNSSന്റെ ഫസ്റ്റ് ഷെഡ്യൂളിൽ കൃത്യമായി വേർതിരിച്ച് പറയുന്നുണ്ട്. ഓരോ ഒഫൻസും കോഗ്നിസബിൾ ആണോ നോൺ കോഗ്നിസബിൾ ആണോ, ബെയിലബിൾ ആണോ നോൺ ബെയിലബിൾ ആണോ എന്നുള്ളത് നമുക്ക് അവിടുന്ന് കിട്ടും. ആ ഫസ്റ്റ് ഷെഡ്യൂളിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു കോഗ്നിസബിൾ ഒഫൻസ് ഒരു പോലീസ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ പ്രസൻസിൽ ഒരു വ്യക്തി ചെയ്യുകയാണെങ്കിൽ ആ പോലീസ് ഓഫീസർക്ക് വിത്തൗട്ട് വാറണ്ട് അയാളെ അറസ്റ്റ് ചെയ്യാം. അത് ഒന്നാമത്തെ കണ്ടീഷൻ. ഓക്കെ. ഇനി രണ്ടാമത്തെ കണ്ടീഷനിൽ പറയുന്നത് പ്രസൻസിലാവണമെന്നില്ല. ആ പോലീസ് ഓഫീസർക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കിട്ടുകയാണ്, ഒന്നുകിൽ ഒരു കംപ്ലൈൻറ്റ് കിട്ടുകയാണ്, അതല്ലെങ്കിൽ അയാൾക്കൊരു ക്രെഡിബിൾ ഇൻഫർമേഷൻ കിട്ടുകയാണ്. എന്ത്, ഒരു കോഗ്നിസബിൾ ഒഫൻസ് കമ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒന്നുകിൽ കംപ്ലൈൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് ഒരു കോഗ്നിസബിൾ ഒഫൻസാണ് കമ്മിറ്റ് ചെയ്തിട്ടുള്ളത്, അതല്ലെങ്കിൽ ഒരു വിശ്വസനീയമായ ഒരു ഇൻഫർമേഷൻ അയാൾക്ക് റിസീവ് ചെയ്യാണ്, അയാൾ ഒരു കോഗ്നിസബിൾ ഒഫൻസ് ഇന്ന സ്ഥലത്ത് കമ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതും അല്ലെങ്കിൽ എന്താ പറയുന്നത്, സംശയിക്കത്തക്കവണ്ണമുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് ഇന്ന സ്ഥലത്തൊരു കോഗ്നിസബിൾ ഒഫൻസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ 3 കണ്ടീഷൻസ് ആണെങ്കിൽ, ഈ 3 സാഹചര്യങ്ങളിൽ 7 വർഷത്തിൽ കൂടുതലാണ് പണിഷ്മെൻ്റ് എങ്കിൽ, അതായത് നമുക്കിപ്പോൾ റിസീവ് ചെയ്ത ഇൻഫർമേഷൻ അതല്ലെങ്കിൽ കംപ്ലൈൻറ്റ് കിട്ടിയത് ഒരു മർഡർ ആണെന്ന് കരുത്, ഒരു കൊലപാതകത്തിനെ കുറിച്ചാണ് ഒരാൾ നമുക്ക് കംപ്ലൈൻറ്റ് ചെയ്തിട്ടുള്ളത്, ഇന്ന സ്ഥലത്തൊരു കൊലപാതകം നടന്നു. അപ്പോൾ 7 വർഷത്തിന് മുകളിലാണ് അതിൻ്റെ പണിഷ്മെൻറ്റ്. അങ്ങനെ 7 വർഷത്തിൻ്റെ മുകളിൽ പണിഷ്മെൻറ്റ് കിട്ടുന്ന ഒരു ഒഫൻസിനെ കുറിച്ചാണ് നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടിയത് അല്ലെങ്കിൽ കംപ്ലൈൻറ്റ് കിട്ടിയത് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വിത്തൗട്ട് വാറണ്ട് അപ്പം തന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി 7 വർഷത്തിൽ കുറഞ്ഞ ഒരു പണിഷ്മെൻ്റ് ഉള്ള ഒരു ഒഫൻസിനെ കുറിച്ചാണ് നമുക്ക് ഈ ഇൻഫർമേഷൻ കിട്ടിയിട്ടുള്ളത്, അതല്ലെങ്കിൽ കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ കുറച്ച് ക്രൈറ്റീരിയ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. അത് ഏതൊക്കെയാ ക്രൈറ്റീരിയ എന്നുള്ളതൊന്ന് നോക്കുക. അപ്പം അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ അയാളുടെ അറസ്റ്റ് അനിവാര്യമാണ് എന്ന് തോന്നിയാലാണ് നമ്മൾ വിത്തൗട്ട് വാറണ്ട് അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അയാൾ അറസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണോ അല്ലയോ നമ്മളെങ്ങനെയാണ് മനസ്സിലാക്കുക? അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾ ഒരു ഫർദർ ക്രൈം അല്ലെങ്കിൽ ഒരു ഒഫൻസ് ഇനിയും കമ്മിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാവുകയാണ് പോലീസ് ഓഫീസർക്ക്. അപ്പോൾ ഇപ്പോൾ പോയി അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഫർദറായിട്ട് അയാൾ അടുത്ത ഒരു ഒഫൻസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതും അല്ലെങ്കിൽ എന്താണ്, പ്രോപ്പറായിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ, ഒരു അന്വേഷണം നടത്താൻ വേണ്ടി അയാൾ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ ഒരു പ്രോപ്പർ അന്വേഷണം നടത്താൻ വേണ്ടി സാധിക്കില്ല എന്ന് മനസ്സിലാവുകയാണ്. എത്രയും പെട്ടെന്ന് അയാൾ അറസ്റ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ അന്വേഷണം നടത്താൻ സാധിക്കില്ല എന്ന് മനസ്സിലാവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇനി അതും അല്ലെങ്കിൽ അയാൾ തെളിവ് മറവ് ചെയ്യുകയോ അല്ലെങ്കിൽ നശിപ്പിക്കുകയോ
ചെയ്യും എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അയാളെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്തില്ല എന്നാണെങ്കിൽ തെളിവ് നശിപ്പിക്കാനോ തെളിവ് മറവ് ചെയ്യാനോ ഒക്കെ ഉള്ളൊരു സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിലും ഇയാളുടെ അറസ്റ്റ് അത്യാവശ്യമാണ് അല്ലേ. ഇനി അതും അല്ലെങ്കിൽ ഈ കേസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഈ കേസിന്റെ ഫാക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളെയൊക്കെ സ്വാധീനിക്കാൻ അയാൾ ശ്രമിക്കുന്നുണ്ട്. അതും അല്ലെങ്കിൽ ത്രട്ടൻ ചെയ്യാൻ, ഭീഷണിപ്പെടുത്താനൊക്കെ ഒരു ശ്രമം നടക്കും എന്നുള്ളത് മനസ്സിലാവുകയാണെങ്കിൽ പിന്നെ കോടതിയിൽ കൃത്യസമയത്ത് അയാളെ എത്തിക്കേണ്ടതൊരു ആവശ്യകതയുണ്ട് അല്ലേ. കോടതി പറയുന്ന സമയത്ത് അയാളെ ഇന്നേ സമയം ഇന്നേ ദിവസമൊക്കെ എത്തിക്കണം. അപ്പോൾ അങ്ങനെ എത്തിക്കാൻ സാധിക്കില്ല എന്ന്, കോടതിയുടെ സമയാസമയങ്ങളിലുള്ള പ്രസൻസ്, അയാളുടെ പ്രസൻസ് ഉറപ്പുവരുത്താൻ സാധിക്കില്ല എന്ന് തോന്നിയാലും എന്ത് ചെയ്യാം, പോലീസ് ഓഫീസർക്ക് അയാളെ അറസ്റ്റ് ചെയ്യാം. ഇതൊക്കെയാണ് അത്യാവശ്യ സാഹചര്യങ്ങൾ. അപ്പോൾ നെസസറി ആയിട്ട് അയാൾ അത്യാവശ്യമായിട്ട് അറസ്റ്റ് ചെയ്യണം എന്ന് തോന്നുന്ന കുറച്ച് ക്രൈറ്റീരിയ ആണ് ഇത്. അപ്പോൾ ഇങ്ങനെ ഉണ്ട് എന്നാണെങ്കിലും അയാളെ 7 വർഷത്തിൽ കുറഞ്ഞ ഒരു പണിഷ്മെൻറ്റിനുള്ള ഒരു ഒഫൻസ് ആണെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യാം. 7 വർഷത്തിൽ കൂടുതലാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്ത് ചെയ്യാം, അയാളെ പോയി അറസ്റ്റ് ചെയ്യാം. ഈ ക്രൈറ്റീരിയ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ 7 വർഷത്തിൽ കുറഞ്ഞ പണിഷ്മെൻറ്റ് കിട്ടുന്ന ഒരു ഒഫൻസ് ആണെങ്കിൽ ഇത്രയും ക്രൈറ്റീരിയകൾ ഓടിപ്പോയി അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പേ, വിത്തൗട്ട് വാറൻറ്റ് അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പേ ഇത്രയും ക്രൈറ്റീരിയകൾ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം നമ്മൾ ഒന്നാമത്തെ കണ്ടീഷൻ നോക്കി. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റോ അതല്ലെങ്കിൽ ഈ സംഹിതയോ എന്താണ് പ്രൊക്ലെയിംഡ് ഒഫൻഡറായി പ്രഖ്യാപിച്ച ഒരു വ്യക്തിയെ വിത്തൗട്ട് വാറണ്ട് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്താ ഈ പ്രൊക്ലെയിംഡ് ഒഫൻഡർ? അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മുന്നോട്ടേക്ക് പഠിക്കാനുണ്ട്. ഒരു കുറ്റവാളിയായിട്ട്, അതായത് ഒളിവിൽ പോയ ഒരാളെ സംഹിത പ്രകാരം പ്രഖ്യാപിക്കുകയാണ്. ഇയാൾ ഒരു പ്രഖ്യാപിത കുറ്റവാളി എന്നൊക്കെയാണ് പറയാം. അപ്പോൾ അതിന് സ്വത്ത് അറ്റാച്ച് ചെയ്യാം, പാസ്പോർട്ട് റദ്ദ് ചെയ്യാം, അങ്ങനെ പല പ്രൊസീജിയേഴ്സും ഉണ്ട് അയാളുടെ പേരിൽ പിന്നെ വരും. അപ്പോൾ അങ്ങനെ പ്രൊക്ലെയിംഡ് ഒഫൻഡറായി പ്രഖ്യാപിച്ച ഒരു വ്യക്തിയെ എന്ത് ചെയ്യാം, അറസ്റ്റ് വിത്തൗട്ട് വാറണ്ട് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്തത് എന്താണ് കണ്ടീഷൻ? അടുത്ത കാര്യം മോഷണ മുതൽ, അതായത് മോഷണ മുതൽ കണ്ടെടുക്കുകയാണ്. കുറേ മോഷ്ടിച്ച വസ്തുക്കൾ ഒരാളുടെ കയ്യിൽ നിന്ന് കണ്ടെടുക്കുകയാണ്. അയാൾ തന്നെയാണ് അത് മോഷ്ടിച്ചത് എന്നുള്ളത് മനസ്സിലാവുകയും ചെയ്യാണ്. അങ്ങനെയാണെങ്കിലും എന്താണ്, വിത്തൗട്ട് വാറണ്ട് നമുക്ക് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ പ്രൊക്ലെയിംഡ് ഒഫൻഡറായി മോഷണ മുതൽ അയാളുടെ കയ്യിൽ നിന്ന് കണ്ടെടുക്കുകയാണ്, അയാൾ തന്നെയാണ് അത് ചെയ്തതെന്ന് മനസ്സിലാവുകയാണ്. പിന്നെയുള്ളൊരു സാഹചര്യം എന്താണ്, ലോഫുൾ ആയിട്ടുള്ള കസ്റ്റഡിയിൽ നിന്ന് ഓടിപ്പോകാൻ വേണ്ടി, എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് അല്ലേ. അതും അല്ലെങ്കിൽ കൃത്യമായൊരു ഡ്യൂട്ടി നിർവഹണത്തിന് തടസ്സം നിൽക്കുകയാണ് അയാൾ. അപ്പം അങ്ങനെയുള്ള ഒരാളെയും അറസ്റ്റ് ചെയ്യാം. അടുത്തതായി പറയുന്നത് ആംഡ് ഫോഴ്സിൽ നിന്നുമൊക്കെ, അതായത് നേവി, ആർമി പോലുള്ള ഫോഴ്സിൽ നിന്നുമൊക്കെ ഡെസേർട്ട് ചെയ്ത് വന്നവർ, ഓടിപ്പോകുന്നവരെയൊക്കെ എന്ത് ചെയ്യാം, വിത്തൗട്ട് വാറണ്ട് നമുക്ക് അറസ്റ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ അടുത്ത ഒരു സാഹചര്യം ഏതാണ്, ഇന്ത്യക്ക് പുറത്തൊരാൾ ഒരു ആക്ട് ചെയ്യാണ്. ആ ആക്ട് ഇന്ത്യക്കുള്ളിലാണ് ചെയ്തതെങ്കിൽ അതൊരു ഒഫൻസായിട്ട് പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ആക്ട് അല്ലെങ്കിൽ ഒരു ക്രൈം ചെയ്ത് ഇന്ത്യയിലേക്ക് വരുന്ന ഒരാളെ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ അത് പബ്ലിക് ഇൻ്റർനാഷണൽ ലോ എന്ന് പറയുന്ന വാസ്റ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആയിട്ട് ഡീൽ ചെയ്യുന്നതാണ്. നമ്മൾ പല രാജ്യങ്ങളുമായിട്ടും ട്രീറ്റീസൊക്കെ സൈൻ ചെയ്യും അല്ലേ. അതിൽ എക്സ്ട്രാഡിഷൻ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് നമ്മളെ പുറത്ത് പോയിട്ട് എന്തെങ്കിലും ഇന്ത്യക്കുള്ളിലോ അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് കുറ്റം ചെയ്തിട്ട് അവർ പിന്നെ നമുക്ക് തിരികെ ആ കുറ്റവാളിനെ തിരികെ ഏൽപ്പിക്കുന്നതാണ്. അപ്പോൾ അതിലൊരു ഡബിൾ ക്രിമിനാലിറ്റി എന്ന് പറയുന്ന ഒരു ടേം ഒക്കെ ഉണ്ട്. അത് നമുക്ക് വേറെ തന്നെ പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ പറയുന്നത് നമ്മുടെ രാജ്യത്തും അയാൾ പോയി ഇരിക്കുന്ന രാജ്യത്തും കുറ്റമാണെങ്കിൽ, അതായത് ക്രൈം ഓഫൻസ് ആണെങ്കിലാണ് അവർ നമുക്ക് അയാളെ ഏൽപ്പിക്കുക എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ കിട്ടുന്ന ഒരു വ്യക്തിയെ നമുക്ക് വിത്തൗട്ട് വാറണ്ട് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്തതായിട്ടുള്ള ഒരു സാഹചര്യം ഏതാണ്, റിലീസ്ഡ് കൺവിക്റ്റ്. കൺവിക്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാം അല്ലേ, കുറ്റവാളിയാണ് എന്ന് മനസ്സിലാക്കി ആൾക്ക് പണിഷ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, അതാണ് കൺവിക്റ്റ്. അപ്പം അങ്ങനെയുള്ള കൺവിക്റ്റിനെ റിലീസ് ചെയ്തതിൻ്റെ ശേഷം അയാൾ എന്ത് ചെയ്യാണ്, ഒരു ക്രൈം അല്ലെങ്കിൽ ഒരു ഒഫൻസ് ചെയ്യുകയാണെങ്കിൽ അയാളെയും വിത്തൗട്ട് വാറണ്ട് നമുക്ക് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പരോളിനൊക്കെ ഇറങ്ങിയാലും ക്രൈം ചെയ്യാലോ, അങ്ങനെയൊക്കെ. പിന്നെ ഉള്ളത് ഒരു പോലീസ് ഓഫീസർ നമുക്ക് റിക്വസ്റ്റ് ചെയ്യുകയാണ്, നമുക്കൊരു റിക്വസ്റ്റ് അയക്കുകയാണ്, ഇന്ന ആളെ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട് എന്ന് പറയാണ്.
അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ ആ സമയത്ത് നോക്കണം. ഒന്ന്, ആ പോലീസ് ഓഫീസർക്ക് അധികാരമുണ്ടോ ഈ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഉള്ള പോലീസ് ഓഫീസർ ആണോ ഇങ്ങനെ ഒരു റിക്വസ്റ്റ് അയച്ചതെന്നുള്ളത് നോക്കണം. പിന്നെ ആ കാരണം എന്ന് പറയുന്നത്, അതായത് അറസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്, വിത്തൗട്ട് വാറണ്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാരണമാണോ സാഹചര്യങ്ങളാണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അങ്ങനെ ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അപ്പം നോക്കൂ, നമ്മൾ പോലീസ് ഓഫീസർക്ക് വാറന്റ് ഇല്ലാതെ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളാണ് 35-ാം വകുപ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത് നമ്മൾ പറഞ്ഞു, ഒരു പോലീസ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ പ്രസൻസിൽ ഒരു കോഗ്നിസബിൾ ഒഫൻസ് ചെയ്യുകയാണ് ഒരു വ്യക്തിയെങ്കിൽ അയാൾക്ക് വിത്തൗട്ട് വാറണ്ട് അറസ്റ്റ് ചെയ്യാം. ഇനി പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കിട്ടുകയാണ്, അതല്ലെങ്കിൽ ഒരു ക്രെഡിബിൾ ഇൻഫർമേഷൻ റിസീവ് ചെയ്യുകയാണ് ഒരു പോലീസ് ഓഫീസർ, അതും അല്ലെങ്കിൽ റീസണബിളായുള്ള ഒരു സസ്പീഷ്യൻ നിലനിൽക്കുന്നുണ്ട് ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തതിനെക്കുറിച്ച്, ഒരു കോഗ്നിസബിൾ ഒഫൻസ് കമ്മിറ്റ് ചെയ്തതിനെക്കുറിച്ച്. അപ്പോൾ അങ്ങനെയാണെങ്കിലും ആ ഒഫൻസ് 7 വർഷത്തിൽ കൂടുതൽ പണിഷ്മെൻറ്റ് ശിക്ഷ കിട്ടാവുന്ന ഒരു ഒഫൻസാണ് എന്ന് പോലീസ് ഓഫീസർക്ക് മനസ്സിലാവുകയാണെങ്കിൽ ആ വ്യക്തിയെ പോയി അറസ്റ്റ് ചെയ്യാം വാറണ്ട് ഇല്ലാതെ. 7 വർഷത്തിൽ കുറഞ്ഞ പണിഷ്മെൻ്റ് ആണ് അതെങ്കിൽ 7 വർഷം വരെ അല്ലെങ്കിൽ 7 വർഷത്തിൽ കുറഞ്ഞതോ ആയ ശിക്ഷയാണ് അയാൾക്ക് ഈ ഒഫൻസ് പ്രകാരം കിട്ടുന്നതെങ്കിൽ കുറച്ച് ക്രൈറ്റീരിയ നമ്മൾ നോക്കിയിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു ക്രൈറ്റീരിയ? അയാൾ പ്രോപ്പറായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ അറസ്റ്റ് അനിവാര്യമാണ്. തെളിവ് നശിപ്പിക്കാതിരിക്കാൻ അറസ്റ്റ് അനിവാര്യമാണ്. പിന്നെ ഈ ഒഫൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളെ സ്വാധീനിക്കാതിരിക്കാനും, പിന്നെ കോടതിയിൽ കൃത്യസമയത്തിന് ആ വ്യക്തിയെ ഹാജരാക്കാനും ഈ അറസ്റ്റ് അത്യാവശ്യമാണെന്ന് തോന്നിയാൽ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പ്രൊക്ലെയിംഡ് ഒഫൻഡറാണ് അടുത്ത സാഹചര്യം പറഞ്ഞിട്ടുള്ളത് അല്ലേ. അങ്ങനെ പ്രൊക്ലെയിംഡ് ഒഫൻഡറായിട്ട് പ്രഖ്യാപിച്ച ഒരു വ്യക്തിയെ വിത്തൗട്ട് വാറണ്ട് അറസ്റ്റ് ചെയ്യാം. റിലീസ്ഡ് കൺവിക്റ്റ് പറഞ്ഞു, ശിക്ഷിച്ചതിന് ശേഷം അയാളെ റിലീസ് ചെയ്തതിന് ശേഷം വീണ്ടും അയാൾ ഒഫൻസ് ചെയ്യുകയാണെങ്കിൽ. പിന്നെ പറഞ്ഞിട്ടുള്ളത്, ഒരു പോലീസ് ഓഫീസറുടെ റിക്വസ്റ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് കിട്ടുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്യാം. പിന്നെ ആംഡ് ഫോഴ്സിൽ നിന്നും ഡെസേർട്ട് ചെയ്ത് വന്ന വ്യക്തികളെ, ഓടിപ്പോരുന്ന വ്യക്തികളെ. പിന്നെ പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാ, ഒരു ലോഫുള്ളായിട്ടുള്ള കസ്റ്റഡിയിൽ നിന്ന് ഓടിപ്പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്, അതല്ലെങ്കിൽ ഒരു ലോഫുള്ളായിട്ടുള്ള ഡ്യൂട്ടി അയാളെ എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ നിന്നും തടയുന്ന അല്ലെങ്കിൽ ചെയ്യാൻ സമ്മതിക്കാതിരിക്കുകയാണെങ്കിലും നമുക്ക് അയാളെ വിത്തൗട്ട് വാറണ്ട് അറസ്റ്റ് ചെയ്യാം. ഇതല്ലാത്ത ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരു നോൺ കോഗ്നിസബിൾ, ഇതല്ലാതെ ഒരു നോൺ കോഗ്നിസബിൾ ഒഫൻസിൽ നമുക്ക് ഒരിക്കലും വാറണ്ട് ഇല്ലാതെ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെയാണേ. ഇപ്പോൾ നോൺ കോഗ്നിസബിൾ ഒഫൻസ് ആണെങ്കിൽ നിർബന്ധമായും വാറണ്ട് വേണം. ഇനി അടുത്തത് പറയുന്നത്, ഈ ഒരു കോഗ്നിസബിൾ ഒഫൻസ് ആണെങ്കിൽ കൂടെ പോലീസ് ഓഫീസർക്ക് തോന്നുകയാണ് അറസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നില്ല, അറസ്റ്റ് ചെയ്യേണ്ട ഒരു നോട്ടീസ് അയക്കാം എന്നുള്ളത് പോലീസ് ഓഫീസർക്ക് തോന്നുകയാണ്. അങ്ങനൊരു നോട്ടീസ് അയച്ചിട്ട് അതിൽ പറയാൻ വേണ്ടി പറ്റും, ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് നിങ്ങൾ ഇൻവെസ്റ്റിഗേഷന് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ഹാജരാവേണ്ടതുണ്ട് എന്ന് നോട്ടീസിൽ പറയാൻ വേണ്ടി പറ്റും. അപ്പം അങ്ങനെ ഒരു നോട്ടീസ് കിട്ടുകയാണെങ്കിൽ ആ വ്യക്തി ആ നോട്ടീസ് കംപ്ലൈ ചെയ്യാൻ ബാധ്യസ്ഥനാണ്. നോട്ടീസ് അനുസരിക്കേണ്ട ബാധ്യത അയാൾക്കുണ്ട്. അപ്പോൾ അങ്ങനെ നോട്ടീസ് കിട്ടി, അയാൾ കംപ്ലൈ ചെയ്ത് ആ നോട്ടീസിലുള്ള എല്ലാ കാര്യങ്ങളും അയാൾ കൃത്യമായിട്ട് അനുസരിക്കുന്നുണ്ട് എന്നാണെങ്കിൽ, എല്ലാം കൃത്യമായി സഹകരിക്കുന്നുണ്ട് എന്നാണെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക് സംശയാസ്പദമായ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാവുകയാണെന്ന് കരുതുക. അപ്പം അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ആ കാരണം രേഖപ്പെടുത്തിയതിൻ്റെ ശേഷം അയാളെ വീണ്ടും അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, ഇനിയിപ്പോൾ പറഞ്ഞല്ലോ അയാൾ കംപ്ലൈ ചെയ്യാൻ ബാധ്യസ്ഥനാണെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ അയാൾ കംപ്ലൈ ചെയ്തില്ലെങ്കിലോ അല്ലെങ്കിൽ നോട്ടീസ് പോലും കൈപ്പറ്റിയില്ല എന്ന് കരുതുക, ക്രൈം ചെയ്ത ഒരാളല്ല. അപ്പം നോട്ടീസ് പോലും അയാൾ കൈപ്പറ്റാൻ വേണ്ടി ശ്രമിച്ചില്ല. നോട്ടീസ് കൈപ്പറ്റിയില്ല എന്ന് മാത്രമല്ല, ഇനിയിപ്പോൾ കൈപ്പറ്റിയാലും അത് അതേപോലെയുള്ള അതിൽ പറയുന്ന കാര്യങ്ങളൊന്നും അയാൾ അനുസരിക്കാൻ തയ്യാറായില്ല എന്നാണെങ്കിലോ, അങ്ങനെയാണെങ്കിൽ കോടതിയിൽ നിന്ന് ഉത്തരവ് വാങ്ങിയിട്ട് അയാളെ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയാണ് സാഹചര്യം. 35 ക്ലോസ് 7 അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയുന്നുണ്ട്.
അത് പറയുന്നതെന്ന് വെച്ചാൽ ഡെപ്യൂട്ടി സൂപ്പറിൻറ്റൻഡൻറ്റ് ഓഫ് പോലീസ് DSP റാങ്കിൽ കുറയാത്ത ഒരാളുടെ പെർമിഷൻ വേണം. എപ്പോഴാണ് പെർമിഷൻ വേണ്ടത്? അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് പെർമിഷൻ വേണം. എപ്പോൾ? 3 വർഷത്തിൽ കുറവാണ് ആ ഒഫൻസിൻ്റെ പണിഷ്മെൻ്റ് എങ്കിൽ, കൂടാതെ അയാളൊരു ഇൻഫേമാണ്, 60 വയസ്സിൽ കൂടുതലുള്ള ഒരു വ്യക്തിയാണ്, അതായത് ഒരു രോഗബാധിതനായൊരു ആളാണ്, അതും അല്ലെങ്കിൽ 60 വയസ്സിൽ കൂടുതലുള്ള ഒരു സീനിയർ സിറ്റിസൺ ആണ് എങ്കിൽ ആരുടെ പെർമിഷൻ വേണം? പ്രിയർ പെർമിഷൻ വേണം അറസ്റ്റ് ചെയ്യാൻ. DSP റാങ്കിൽ കുറയാത്ത ഒരു ഓഫീസറുടെ പെർമിഷൻ നിർബന്ധമായും എടുക്കേണ്ടതുണ്ട്. മനസ്സിലായി എന്ന് കരുതുന്നു. മനസ്സിലാവാത്തവർക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. എന്താ മനസ്സിലാവാത്തതെന്നുള്ളത് അടുത്ത ക്ലാസ് ഇടുന്ന സമയത്ത് ആ കാര്യങ്ങൾ ഞാനൊന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, താങ്ക് യു.